വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. സ്വന്തം മക്കളെ സ്നേഹിക്കുക എന്നുള്ളത് എല്ലാ ഉമ്മമാരുടെയും ഒരു പൊതുവായ വികാരമാണ്. അവനവൻ്റെ മക്കളെ മറ്റുള്ളവരൊക്കെ കൂടിയിട്ട് ലാളിക്കുന്നതും സ്നേഹിക്കുന്നതും കാണുമ്പോൾ അവർക്കൊരു വളരെ വലിയ അഭിമാനമാണ്. പലപ്പോഴും അമ്മായിമ്മമാർ ആൺകുട്ടികളുടെ മക്കളെക്കാൾ ഒരു അല്പം പൊടി ഇഷ്ടം അവരുടെ പെൺമക്കളുടെ മക്കളെയാണ്. അത് പേരക്കുട്ടികളിൽ സ്വന്തം ആൺമക്കളുടെ മക്കളെക്കാൾ അവർക്കൊരു ഇഷ്ടവും അവരുടെ ഇഷ്ടം പ്രകടിപ്പിക്കലൊക്കെ പെൺകുട്ടികളുടെ മക്കളോടായിരിക്കും. ഇങ്ങനെ ഫീൽ ചെയ്തവരുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എൻ്റെ ഉമ്മ അത്തരത്തിൽ എൻ്റെ പെങ്ങളുടെ മക്കളോടൊരു പ്രത്യേക ഇഷ്ടമോ എൻ്റെ മക്കളോടൊരു കുറഞ്ഞ ഇഷ്ടമോ ഒരിക്കലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ പല കുടുംബങ്ങളും ആ രീതിയിൽ ഉണ്ടാവലുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ഒരു ഭാര്യയും ഭർത്താവും മക്കളും കൂടി വന്നു. അപ്പോൾ അവർ പ്രധാനമായിട്ട് ആ ഭർത്താവിൻ്റെ പരാതി 24 മണിക്കൂറും എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഉമ്മയുടെ കുറ്റം പറയലാണ് എന്നാണ് പ്രശ്നം. ഇത് നിർത്തിക്കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് അവർക്ക്. അപ്പോൾ ഞാൻ അവരുടെ പെർമിഷനോട് കൂടിയാണ് ഞാൻ അത് പറഞ്ഞത് കേട്ടോ. എന്നോട് ഇത് പറയണം എന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഈ സ്ത്രീയോട് സംസാരിച്ചു, നിങ്ങൾ എന്തിനാണ് സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മാനെ ഇങ്ങനെ കുറ്റം പറയണത്? അത് നിങ്ങളുടെ ഉമ്മായിട്ട് കണ്ടൂടെ? നിങ്ങൾ എന്തെങ്കിലും ദ്രോഹിക്കലുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് അങ്ങനെ ദ്രോഹമൊന്നുമില്ല, കല്യാണം കഴിച്ചിട്ട് ഒരു 10, 12, 13 വർഷമായി. പക്ഷേ ദ്രോഹമല്ല. എൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അമ്മായിമ്മനോട് കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇത്ര ദേഷ്യം? അതായത് എൻ്റെ വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ ഞാനും അമ്മായിമ്മയും അതേപോലെ അമ്മോശമാപ്പയും ഹസ്ബൻഡും ആണ് വീട്ടിലുള്ളത്. ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പോൾ എൻ്റെ മക്കളോട് വലിയ സ്നേഹം അമ്മായിമ്മക്കില്ല. കെട്ടിച്ചയച്ച നാത്തൂനിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സ്നേഹമാണ്. അവരുടെ മക്കൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക, അവരുടെ മക്കളായിട്ട് എവിടേക്കെങ്കിലും മാളിക്ക് പോകുമ്പോൾ കൊണ്ടുപോവുക. എൻ്റെ മക്കൾ ഒരിക്കൽ പോലും എൻ്റെ അമ്മ അങ്ങനെ കൊണ്ട് ചോദിച്ചിട്ടില്ല. അവരുടെ കുട്ടികൾക്കൊരു സൈക്കിൾ മേടിച്ചു കൊടുക്കുന്നു. എൻ്റെ കുട്ടികൾ സൈക്കിളിന് വേണ്ടി കുറേ പാട് ചോദിച്ചതാണ്. അപ്പോഴൊന്നും കാശില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പോൾ ഇത് കാണുമ്പോൾ ഇങ്ങനെ തോന്നി. പിന്നെ എന്തെങ്കിലും കാരണവശാൽ എൻ്റെ അമ്മായിമ്മ എൻ്റെ മക്കളെ എന്തെങ്കിലും വഴക്ക് കണ്ട ചീത്ത പറയും. മോളുടെ മക്കളെ കണ്ടാൽ അത് സാരല്ലേ, മക്കളല്ലേ എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയും. അപ്പോൾ എനിക്ക് തോന്നി ഇത് എന്നോടുള്ള ദേഷ്യമാണ് അമ്മായിമ്മക്ക് എൻ്റെ മക്കളോടുള്ളത്. അത് അവിടെ മുതലാണ് എൻ്റെ അമ്മായിമ്മയോടൊക്കെ വെറുപ്പായത്. പിന്നെ ഞാൻ ഓരോ കാരണം ഉണ്ടാക്കിയിട്ട് അമ്മായിമ്മക്കെതിരെ ഞാൻ ഓരോന്നിൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറയലുണ്ട്. ഞാൻ അതൊക്കെ കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഇതെല്ലാ കുടുംബങ്ങളിലും സാധാരണ സംഭവിക്കാവുന്ന ഒന്നാണ്. കാരണം കെട്ടിച്ചു പറഞ്ഞയച്ച പെൺകുട്ടികൾ വരുമ്പോൾ, അവരുടെ മക്കൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ നമ്മുടെ വീട്ടിലുള്ള ആളുകളല്ലല്ലോ. നമ്മൾ ആൺമക്കളെ കെട്ടിച്ച ഭാര്യയും അതേ കെട്ടിച്ച ആ കെട്ടിയവൻ്റെ ഭാര്യ, അവരുടെ മക്കൾ എപ്പോഴും വീട്ടിലുള്ള അംഗങ്ങളാണ്. പെൺകുട്ടികളെ കെട്ടിച്ചയച്ച അവരുടെ മക്കൾ വരുന്നത് ഒരു വിരുന്നുകാരെ പോലെയാണ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ആ വിരുന്നുകാരാകുമ്പോൾ അന്നൊരു ബിരിയാണി ഉണ്ടാക്കൽ, അന്ന് മക്കൾക്ക് ഒരു ഐസ്ക്രീം വാങ്ങൽ, കുറച്ചും കൂടിയും ഒരു വല്യമ്മ ഒരു അമ്മായിമ്മ ഒന്ന് സ്നേഹപ്രകടനങ്ങൾ കാണിക്കണേ സ്വാഭാവികമല്ലേ? അതൊക്കെ ഇപ്പോഴത്തെ തലമുറയിലുള്ള ആളുകളൊക്കെ ഒരു തെറ്റായിട്ടിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധങ്ങളുടെ ഊഷ്മളത എന്താവും? പല കുടുംബങ്ങളും ഇത് രൂക്ഷമായിട്ടുണ്ടാവലുണ്ട് കേട്ടോ. ഇതൊരു സാധാരണ സംഭവിക്കാവുന്നതിലപ്പുറം ഈ പെൺകുട്ടികളുടെ മക്കളും കൊണ്ട് വന്നാൽ അമിതമായ സ്നേഹം കാണിക്കുകയും സ്വന്തം വീട്ടിലുള്ള ആൺകുട്ടികളുടെ മക്കളോട് തികഞ്ഞ അവഗണന കാണിക്കുന്ന ആളുകളുണ്ട്. ഈ അവഗണന കാണിക്കുന്ന അമ്മായിമ്മമാരെങ്ങാനും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളോട് അവസാനം എപ്പോഴും നമ്മുടെ അടുത്തുള്ളവരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. ശത്രുവാണെങ്കിലും നമ്മുടെയൊക്കെ അത്ര ഇഷ്ടമില്ലെങ്കിലും നമുക്കൊരു കാര്യത്തിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ അവരെ ഉണ്ടാവുക. വിരുന്ന് വരുന്ന നമ്മുടെ പെൺമക്കളോട് നമുക്ക് നല്ല സ്നേഹങ്ങൾ കാണിക്കുമ്പോഴും ഇവരെ നമ്മൾ അവഗണിക്കരുത്, ബോധപൂർവം അവഗണിക്കരുത്. പല കുടുംബങ്ങളിലും ഈ അവഗണന ഭയങ്കര സെപ്പറേറ്റഡ് ആയിട്ട് ഭയങ്കര രൂക്ഷമായിട്ട് മാറുമ്പോൾ അത് പല ബന്ധങ്ങളെയും മുറിച്ചു കളയും. നമുക്ക് അടിസ്ഥാനപരമായിട്ട് ബന്ധങ്ങളെ എങ്ങനെയൊക്കെ ഇഴകിച്ചേർക്കാം എന്നുള്ളതാണ്. അതായത് കാത്തിയുർ റഹ്മ എന്ന് പറയും. ബന്ധങ്ങളെ മുറിക്കുന്ന ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഹബീബായ നബി നമ്മെ പഠിപ്പിച്ചത് ഇതൊക്കെ ഓർത്തിട്ടാണ്. നമ്മൾ പരമാവധി നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലൊക്കെ ഈ ബന്ധങ്ങളെ പരമാവധി ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ എപ്പോഴൊക്കെ ബന്ധങ്ങളെ മുറിക്കാൻ ശ്രമിക്കുന്നോ നമുക്ക് നന്മയല്ല. അപ്പോൾ ഈ ഉമ്മമാരുടെയും ഉപ്പമാരുടെയൊക്കെ ഒരു മനസ്സ് പെൺകുട്ടികളെ കെട്ടിച്ചയച്ച വീട്ടിലെ കുട്ടികളും കൊണ്ട് വരുമ്പോൾ, ആ പെൺമക്കൾ വരുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ, മുന്നൊരു പണി ചെയ്യേണ്ട, നാത്തൂൻ അവിടെ വന്നൊന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. ഒരു നിമിഷം ആ മരുമകൾ ആലോചിച്ചൊക്കെ ഇവളിവിടെ വന്നിട്ട് പണി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ നാത്തൂന് വരുന്നതെന്ന് ആലോചിക്കാതെ, ഈ ഒരു മരുമകൾ സ്വന്തം വീട്ടിൽ പോയാലും ഇങ്ങനെ തന്നെയാണല്ലോ. എഴുന്നേൽക്കൽ നേരം വൈകിട്ട് അടുക്കളയിൽ കയറൂല, തിന്നുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അവർക്കൊന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ വലിയ ജോലിയാണ് എന്നുള്ളൊരു തോന്നലുള്ള ആളുകൾക്കാണ് ഈ റെസ്റ്റ് വരുന്നത്. അവനവൻ്റെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു ഫീല് ഭർത്താവിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഇത്രയും പ്രയാസങ്ങളൊന്നുമില്ല. അപ്പോൾ 2 കാര്യങ്ങളെ ശ്രദ്ധിക്കാനുള്ളൂ. ഒന്ന്, അമ്മായിമ്മമാർ പെൺകുട്ടികളുടെ വീട്ടിലുള്ള അവരുടെ മക്കൾ വരുമ്പോൾ വിവേചനപരമായുള്ള സ്നേഹം പരമാവധി നമ്മൾ കാണിക്കാതിരിക്കുക. അത് ആ മക്കൾക്കൊരു വിവേചനമായിട്ട് തോന്നാതിരിക്കുക. 2, മരുമക്കൾ
സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക, ഉമ്മമാരാണ് പെൺകുട്ടികളോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. പെൺമക്കളോട് അവരുടെ മക്കളെ കല്യാണം അവരുടെ മക്കളെ കെട്ടിച്ചോടുത്തത്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് മോളെ കെട്ടിച്ചോടുത്തുകൊണ്ട് വരുന്നത് കാണുമ്പോൾ അവർക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഞാൻ പേഴ്സണലി പറയാലോ, എനിക്ക് എൻ്റെ ഉപ്പാടെ ഉമ്മാനേക്കാൾ ഇഷ്ടമായിരുന്നു എൻ്റെ ഉമ്മാടെ ഉമ്മാനെ. രണ്ടുപേരും മരിച്ചുപോയി. ഉപ്പാടെ ഉമ്മ മരിച്ചത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലയളവിലാണ്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ജോലി ചെയ്യുന്ന കാലയളവിലാണ് എൻ്റെ ഉമ്മാടെ ഉമ്മ മരിക്കുന്നത്. ഈ രണ്ടുപേരും വീട്ടിലുണ്ടാകുമ്പോൾ ഭയങ്കര രസമാണ്. എപ്പോഴും നമുക്ക് ഉമ്മാടെ വീട്ടിൽ പോകാൻ ഭയങ്കര സ്നേഹമല്ലേ? ഉമ്മാടെ അമ്മ ഭയങ്കര സ്നേഹം കാണിക്കില്ലേ? എല്ലാ മക്കൾക്കും വിരുന്ന് പോകാൻ ഇഷ്ടമാണ് ഉമ്മാടെ വീട്ടിലേക്ക്. കാരണം എന്താ? ഉമ്മാടെ വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോൾ അവിടെ വലിയമ്മ ഭയങ്കര സ്നേഹവും ഭയങ്കര ഇതൊക്കെ ഉണ്ടാക്കി തരലൊക്കെ ഉണ്ടാവും. ഉപ്പാടുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ ആൾ തന്നെയല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഉണ്ടാക്കി തരാനൊന്നുമില്ല. എന്നാലും ബോധപൂർവമായ വിവേചനം കാണിക്കാതിരിക്കുക. വിവേചനം കാണുന്നു എന്ന് നമ്മുടെ ഫീലാണ്, നമ്മളങ്ങനെ ഫീൽ ചെയ്യണ്ട. അങ്ങനെ ആ ഫീൽ ചെയ്യുമ്പോൾ ഈ അമ്മായിമ്മയുടെ കുറ്റം പറയാൻ തുടങ്ങും. ഞാൻ ഈ വീട്ടിലേക്ക് വന്ന ഫാമിലിയോട് കറക്റ്റായിട്ട് ആ മരുമകൾക്ക് ഇതിൻ്റെ സാധ്യതകൾ ഇത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ മരുമകൾ പറഞ്ഞു, ശരി തന്നെയാണല്ലോ, ഇൻ്റെയാണ് പ്രശ്നം. അപ്പം എന്നോട് പറഞ്ഞു, അവർ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, വളരെ റാഹത്തായിരുന്നു. എൻ്റെ ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, മാഷെ ഒരുപാട് പേർക്ക് ഈ പ്രശ്നങ്ങളുണ്ടാവും, അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവുക സാർ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ദിവസമായിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ വേറെ കുറേ അനാവശ്യമായ ഒക്കെ തോന്നിയപ്പോൾ ആ വീഡിയോ ഒക്കെ ചെയ്യേണ്ടിയിരുന്നോ എന്നുള്ളത്. ഇങ്ങനെ കുറേ വീഡിയോ ചെയ്യുന്ന ഇടയിലാണ് ഇന്നലെ തോന്നുന്നത് ഇൻസ്റ്റയിലൊരു ലേഡി പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ട് മാഷെ, ഈ ഒരു പ്രശ്നം നിങ്ങൾ വീഡിയോ ചെയ്യാമോ? അപ്പോൾ ഇൻസ്റ്റയിലാണ് അവർ ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ഈ കുറച്ച് ദിവസമായാലും എന്നോട് ഈ കൗൺസിലിങ്ങിന് വന്ന ടീം ഇതൊന്ന് പറയാൻ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ നീട്ടിക്കൊണ്ടു വരുന്നു. അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് ഈ വീഡിയോ പറയാൻ തോന്നി. ഈ വീഡിയോ ഉപകാരപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളാവും, ഇത് കേൾക്കുന്ന ആളുകൾ. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.